നമ്മൾ ഈ സദസ്സൊക്കെ സംഘടിപ്പിക്കുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം കൊണ്ടും അവിടുത്തെ തിരുനോട്ടം നമുക്ക് കിട്ടാൻ വേണ്ടിയുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് നമ്മളൊക്കെ സ്വലാത്തുകൾ ചൊല്ലുന്നവരും ചൊല്ലിപ്പിക്കുന്നവരുമാണ്. സ്വലാത്ത് എന്ന് പറയുന്ന ആ ഒരു കർമ്മം ദുനിയാവിലും ആഖിറത്തിലും ഒരു മുഅ്മിനായ മനുഷ്യൻ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി അത് സ്വലാത്താണ് എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം സ്വലാത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ആയത്ത് നമുക്കെല്ലാവർക്കും അറിയാം. അതിന്റെ തുടക്കം തന്നെ ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അല്ലാഹു ജല്ല ജലാലുഹു തുടങ്ങുന്നത്. ഖുർആനിൽ പല അഭിസംബോധനകളുമുണ്ട്. അയ്യുഹന്നാസ്, അയ്യുഹൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന പല രൂപത്തിലുള്ള അഭിസംബോധനങ്ങളും ഖുർആനിലുണ്ടെങ്കിൽ സ്വലാത്തിനെ സംബന്ധിച്ച് ഖുർആനിൽ തുടങ്ങിയത് ജനങ്ങളെ എന്ന് വിളിച്ചിട്ടല്ല, മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ടല്ല. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി, നിശ്ചയമായും മലായികത്തും അല്ലാഹുവും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്ത് ചെയ്യുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതുകൊണ്ട് വിശ്വസിച്ചതായ ജനങ്ങളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലണമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറച്ചിൽ തന്നെ വ്യത്യസ്തമായ ഒരു രൂപത്തിലാണ് നീ നമ്മളൊക്കെ മനസ്സിലാക്കണം. ഇപ്പൊ ഒരു കടയിൽ നിന്നൊരു സാധനം നമ്മൾ വാങ്ങുമ്പോ നമ്മൾ കടക്കാരനോട് ചോദിക്കുന്നു, ഈ സാധനം എങ്ങനെയുണ്ട്? എല്ലാരും എന്ത് ഉഷാറെന്നേ പറയുള്ളൂ, അത് മോശം എന്ന് പറയില്ല, അത് വേറെ വിഷയം. പക്ഷെ കടക്കാരൻ പറയുന്നു, എന്റെ വീട്ടിൽ ഇതാണ് ഉപയോഗിക്കല് വർഷങ്ങളായിട്ട്, നല്ല സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ധൈര്യമായിട്ട് ഇത് വാങ്ങാൻ കഴിയും. കാരണം എന്താ? അതിന്റെ ഗുണം അവര് തന്നെ നമുക്ക് പറഞ്ഞു തന്നത് കൊണ്ട് നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അത് സുഖമായിട്ട് ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാൻ കഴിയും. എന്താ കാരണം? അത് ഉപയോഗിച്ച് അനുഭവപ്പെട്ട ആളാണ് പറയുന്നത്, ഇത് നല്ല സാധനമാണ്, ഞാൻ ഇതാണ് ഉപയോഗിക്കാറ് വർഷങ്ങളായിട്ട്. ഇതേ രൂപത്തിൽ അല്ലാഹു ജല്ല ജലാലുഹു ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും മലായികത്തും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ എന്നിട്ട് പറയുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹല്ലദീന എന്ന് പറഞ്ഞിട്ട് ആമനു എന്നാണ് ഖുർആൻ പറഞ്ഞത്. വിശ്വസിച്ചതായ ജനങ്ങളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ. അവിടെ എന്താ ജനങ്ങളെ വിശ്വസിച്ച ആളുകളെ വിളിക്കാൻ കാരണം എന്താ? മൊത്തത്തിൽ ആളുകളെ വിളിച്ചാ പോരെ? ഇല്ല, പറ്റൂല. കാരണം എന്താ? വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ സ്വലാത്ത് ചെല്ലാൻ കഴിയുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ ഈ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സ്വലാത്ത് എന്നുള്ളത് നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴിയാണ് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി എല്ലാ സമയത്തും സ്വലാത്തിനെ നമ്മൾ അധികരിപ്പിക്കണം. സ്വലാത്ത് നമ്മൾ കൂടുതൽ ചെല്ലണം. ഇന്ന് നമ്മൾ 100 സ്വലാത്ത് ചെല്ലുന്നുവെങ്കിൽ നാളെ അത് 200 നമ്മൾക്ക് കൂട്ടാൻ കഴിയണം. അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും സ്വലാത്തുകളുടെ എണ്ണങ്ങൾ കൂട്ടിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് സ്വലാത്തുകൾ ചെല്ലിപ്പിച്ചിട്ട് നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹം സ്വലാത്തിലൂടെ നമ്മൾ പ്രകടിപ്പിക്കണം. സ്വലാത്തൊക്കെ നമ്മൾ ചെല്ലാൻ പറയും. പക്ഷേ 5 വക്ത് നിസ്കാരം നമ്മൾ മുറ പോലെ നിസ്കരിക്കൂല. അങ്ങനെ പറ്റൂല. സ്വലാത്ത് ചെല്ലുന്ന നമ്മൾ എന്തായിരിക്കണം? 5 വക്ത് നിസ്കാരം അതിന്റെ മുറ പോലെ അതിന്റെ സമയത്ത് കൃത്യമായി നമ്മൾ നിസ്കരിക്കണം. ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് മുത്തനബി തങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹം.
ഫർള് മാത്രം 5 വക്ത് നിസ്കരിച്ചാൽ മതിയോ? പോരാ. റവാത്തിബ് സുന്നത്തുകൾ മുഴുവനും നമ്മൾ നിസ്കരിക്കാൻ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ കൂട്ടി കൊണ്ടുവരണം. നമുക്കറിയാം, നമ്മൾ നിലകൊള്ളുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ്. ശഅബാൻ മാസം നമ്മൾ അടുക്കലേക്ക് അടുത്തെത്തി നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള റമദാൻ മാസമാണ്. റമദാൻ മാസം നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന കറകളും മുഷിഞ്ഞ ചിന്തകളും എല്ലാം നമ്മൾ മാറ്റിവെച്ച് നമ്മളൊരു പരിശുദ്ധരായ രൂപത്തിൽ നമുക്ക് പരിശുദ്ധമായ റമദാൻ മാസത്തെ സ്വീകരിക്കാൻ കഴിയണം. നമുക്കറിയാലോ, റമദാൻ നമ്മളിലേക്ക് ആഗതമാകുമ്പോൾ അതിന്റെ 2 മാസം മുമ്പ് റജബിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ദുആ ചെയ്യുന്നത് എന്താണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഒരു അനൗൺസ്മെന്റ് ആണ് ഇത്. നമ്മൾ എന്താ പറയുന്നത്? പരിശുദ്ധമായ ഈ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, പരിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ് എന്ന് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുവെങ്കിൽ റമദാൻ മാസത്തിന്റെ പവിത്രത ഈ ഒരൊറ്റ ദുആ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്ര ശ്രേഷ്ഠതയുള്ള ആ റമദാൻ മാസം നമ്മിലേക്ക് ആഗതമാകുമ്പോൾ ആ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കണം, നമ്മുടെ ശരീരം ശുദ്ധീകരിക്കണം, നമ്മുടെ ചിന്തകളും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം നമ്മൾ നല്ല രൂപത്തിലാക്കി പരിശുദ്ധമായ റമദാൻ മാസത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത് പരിശുദ്ധമായ ഹൃദയത്തോടുകൂടി ആയിരിക്കണം, പരിശുദ്ധമായ മനസ്സോടുകൂടി ആയിരിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നോടും ശേഷം നിങ്ങളോടും പറയുകയാണ്.